ഈ ജപ്തികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ, പല ജപ്തികളും അതിന്റെ നടപടികളെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ചുണ്ടൻ വള്ളം ജപ്തി ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആലപ്പുഴ കുട്ടനാട്ടിലെ സെന്റ് ജോർജ് ചുണ്ടൻ വള്ളത്തിനാണ് ഈ ദുർവിധി. അവർ ഷോ കാണിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ നിയമപരമായിട്ട് പോവുക. വള്ളംകളി പ്രേമികളുടെ ഹൃദയം പൊള്ളിക്കുന്നതാണ് ഈ കാഴ്ച. ചുണ്ടൻ വള്ളത്തിന്റെ ഉടമസ്ഥരും ബോട്ട് ക്ലബും തമ്മിലുള്ള നിയമവ്യവഹാരത്തിനൊടുവിലാണ് ഉദ്യോഗസ്ഥരെത്തി വള്ളം ജപ്തി ചെയ്തത്. എന്തിനാണ് കള്ളത്തരത്തിൽ പേപ്പർ ഉണ്ടാക്കി? ഞങ്ങൾക്ക് അറിയാം പല രീതി ഉണ്ടാക്കാൻ. നിങ്ങൾ ചെയ്തല്ലേ? ചെയ്തോ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടത്തെ. നടുഭാഗം ക്രിസ്ത്യൻ യൂണിയന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സെന്റ് ജോർജ് ചുണ്ടൻ വള്ളം. 2019 നെഹ്റു ട്രോഫി മത്സരത്തിനായി എടത്വ പ്രദേശ് ബോട്ട് ക്ലബ്ബുമായി കരാറുണ്ടാക്കി. ചെക്ക് നൽകി കബളിപ്പിച്ചെന്നാണ് ക്ലബിന്റെ ആരോപണം. എന്നാൽ യൂണിയൻ ഭാരവാഹിയുടെ വ്യാജ ഒപ്പിട്ടതാണ് ചെക്ക് മാറാതിരിക്കാൻ കാരണമെന്ന് മറുഭാഗം. ഒടുവിൽ വള്ളവും വള്ളപ്പുരയും ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണാണ് നമ്മുടെ കൂടെയുള്ളത്. രഘു, ശരിയാണ്, നമ്മൾ അങ്ങനെ അങ്ങ് കേൾക്കാത്തൊരു ജപ്തി നടപടിയാണ് ഇതിപ്പോൾ നടപടിയിലേക്ക് പോയ കാരണമാവെന്ന് പറയണം. അത് മാത്രമല്ല, ഈ ജപ്തി നടപടികളൊക്കെ ചെയ്യുകയും ആ സമയത്തായാലും അതിന് മുൻപും ശേഷവും ഒക്കെ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സാധാരണ നിലയിൽ തത്സമയം റിപ്പോർട്ടിൽ നമ്മൾ പോസിറ്റീവ് വാർത്തയാണ് കൊടുക്കാറുള്ളത്. ഇതൊരിക്കലും ഒരു പോസിറ്റീവ് വാർത്തയല്ല. പക്ഷേ ഈ ചുണ്ടൻ വള്ളം, ആദ്യം പറഞ്ഞതുപോലെ ചുണ്ടൻ വള്ളം സീസ് ചെയ്യുക, ജപ്തി ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമായിരിക്കും. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഫോളോവേഴ്സ് ഉള്ളതാണ് ഈ ചുണ്ടൻ വള്ളത്തിനും അത്തരത്തിൽ ക്ലബ്ബുകൾക്കുമൊക്കെ. അതുപോലെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലടക്കം വലിയ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. കാരണം ഈ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ പേരും പെരുമയുമാണ്. ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളിൽ ഭൂരിഭാഗവും കരക്കാരുടേതാണ്. കരക്കാർ അവരുടെ ഒരു സമ്പാദ്യത്തിൻ്റെ അംശം നൽകി 10-60 ലക്ഷം രൂപ മുടക്കി വള്ളം പണിയുന്നു എന്ന് മാത്രവുമല്ല, ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം, അതായത് നമ്മുടെ നെഹ്റു ട്രോഫിക്കൊക്കെ നല്ല ബോട്ട് ക്ലബ്ബുകളെ വള്ളത്തിൽ തുഴയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം രൂപയെങ്കിലും ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഉടമസ്ഥരായ ആളുകൾ ബോട്ട് ക്ലബ്ബുകൾക്ക് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് അത്രമേൽ പണച്ചെലവേറിയ ഒരു കളിയായി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവും ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് കുറച്ചധികം നാളായി. അതുകൊണ്ടാണ് ഈ വാർത്ത നമ്മൾ കൊടുക്കാൻ കാരണം. പക്ഷേ ദൂരവ്യാപകമായി പല വള്ളങ്ങൾക്കും ഇത്തരമൊരു സാഹചര്യവും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത പല വള്ളംകളി പ്രേമികളും മുന്നിൽ കാണുന്നുണ്ട്. ചിലവ് കൂടുന്നതിനനുസരിച്ച് വരുമാനം അത്ര കണ്ട് കൂടുന്നില്ല. നാട്ടുകാരുടെയൊക്കെ അവരുടെ ഞാൻ ആദ്യം പറഞ്ഞത്, അവരുടെ നാടിൻ്റെ പേരും പെരുമയും വളർത്താൻ വേണ്ടി അവരെല്ലാ വർഷവും 10,000 കണക്കിന് രൂപ സംഭാവന ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് ഈ വള്ളംകളി ഓടിപ്പോകുന്നത്. എന്തായാലും സെന്റ് ജോർജ് വള്ളത്തിനാണ് ഈ ദുർവിധി ഉണ്ടായിരിക്കുന്നത്. രണ്ട് വിഭാഗവും, ബോട്ട് ക്ലബ്ബുകളും ഈ വള്ളത്തിൻ്റെ ഉടമകളും വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പലവരും നമ്മൾ ചോദിച്ചിട്ടിപ്പോഴും അവർ ഇത് വിഷയത്തിൽ പരസ്യമായൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്തായാലും വീണ്ടും ഇതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടൊരു വ്യവഹാരം തുടരാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ കോടതിയുടെയൊക്കെ പുറത്ത് ഇത് സെറ്റിൽ ചെയ്യേണ്ടി വരും. എന്തായാലും വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളം ജപ്തി, അത് ഏത് വള്ളമാണെങ്കിലും വലിയ വള്ളംകളി പ്രേമികളെയൊക്കെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഒരു നടപടിയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ രഘുടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, കുട്ടനാടിന്റെയൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജപ്തി നടപടി അതിനെക്കുറിച്ച് കേൾക്കുന്നത്. നമ്മളും അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് പിന്നിലും കുറെ കാര്യങ്ങളുണ്ട്. നടപടികളൊക്കെ ഇനിയും മുന്നിലേക്ക് പോവുകയാണ്. വലിയ തർക്കമൊക്കെ നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ശരി രഘു.